സുഹൃത്തുക്കളെ, വിയറ്റ്നാം ട്രിപ്പ് ഏറ്റവും ബജറ്റിൽ വില കുറച്ചുകൊണ്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. വിയറ്റ്നാം ട്രിപ്പ്, വിയറ്റ്നാമിനെ സംബന്ധിച്ചിടത്തോളം അത് ഈ ഹോച്ചിമിൻ സിറ്റി മുതൽ ഹനോയ് വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ടൂറിസ്റ്റ് അട്രാക്ഷനുള്ള ഒരു കൺട്രിയാണ്. അപ്പോൾ അവിടെ നമ്മൾ ഒരു 8 night and 9 days ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാണ്ടത്. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഗൂഗിളിൽ ഫ്ലൈറ്റിൻ്റെ റേറ്റ് നോക്കുക. ആദ്യം അത് റൗണ്ട് ട്രിപ്പ് നോക്കാതെ വൺ വേ ഇവിടുന്ന് കൊച്ചി ടു ഹോച്ചിമിൻ റേറ്റ് നമ്മൾ ഈ ഗൂഗിളിൻ്റെ ഫ്ലൈറ്റിൻ്റെ ഇതിനകത്ത് ഇങ്ങനെ ഓരോ ദിവസത്തെയും റേറ്റുകൾ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ഏറ്റവും കുറഞ്ഞ റേറ്റ് വരുന്ന ഡേറ്റ് എന്ത് ചെയ്യാം, നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് റിട്ടേൺ ട്രിപ്പ് അത് നമ്മൾ ഹനോയിൽ നിന്ന് റിട്ടേൺ ട്രിപ്പ് ബുക്ക് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹോച്ചിമിൻ ടു ഹനോയ് പോയിട്ട് റിട്ടേൺ ട്രിപ്പിൽ നമ്മൾ ഹനോയ് തിരിച്ച് വരുന്ന ഡൊമസ്റ്റിക് എയർ ഫെയറും കൂടി നമുക്ക് ലാഭിക്കാൻ പറ്റും. ഹനോയ് ടു നമ്മളെ കൊച്ചിനിലേക്കുള്ള റിട്ടേൺ ട്രിപ്പ് ആ എമൗണ്ട് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഓരോ ദിവസത്തെയും എമൗണ്ടാണ് കാണിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഒരു 8 days അല്ലെങ്കിൽ 9 days ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡേറ്റ് ഫെയർ ഏത് ഡേറ്റുകളിലാണോ മാക്സിമം കുറവുള്ളത് ആ ഡേറ്റുകൾ സെലക്ട് ചെയ്ത് എന്ത് ചെയ്യാം, അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേറ്റ് ആയിട്ട് ബുക്ക് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്യാം. ആദ്യം പ്ലാൻ ചെയ്യുന്ന ദിവസങ്ങൾ എടുക്കാന്നുള്ള ഒരു ഡേറ്റ് നമ്മൾ കണ്ടുവെക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഡേറ്റ് ഇതിൽ നിന്ന് നമ്മൾ കണ്ടുവെക്കുന്നു. അതിനുശേഷം അവിടെ ഈ വിസ വേണമല്ലോ. അപ്പോൾ നമ്മൾ ഈ വിസക്ക് അപ്ലൈ ചെയ്യാം. ഈ വിസ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിക്കും ഓതൻറ്റിക് സൈറ്റ് കിട്ടുന്ന ബുക്ക് ചെയ്യണം. പോകുന്നതിൻ്റെ ഒരു 2 ദിവസം മുൻപും നമ്മൾ റിട്ടേൺ ഡേറ്റ് നേരത്തെ നോട്ട് വെച്ച ഡേറ്റിൻ്റെ ഒരു 2 ദിവസം കഴിഞ്ഞിട്ടുമുള്ള ഡേറ്റ്. ഈ എൻട്രി ആൻഡ് എക്സിറ്റ് ഡേറ്റ് അവർ ചോദിക്കും ഈ വിസ എടുക്കുന്ന സമയത്ത്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ 2 ദിവസം മുമ്പും 2 ദിവസം മറ്റും കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യാം, വിസക്ക് അപ്ലൈ ചെയ്യാം. 3-4 ദിവസം കൊണ്ട് എന്ത് ചെയ്യും, ഈ വിസ കിട്ടും. വിസ കിട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ നേരത്തെ നോട്ട് വെച്ച ഡേറ്റിൽ എന്ത് ചെയ്യാം, ടിക്കറ്റ് ബുക്ക് ചെയ്യാം, ഓൺലൈൻ ബുക്ക് ചെയ്യാം. അപ്പം ഫസ്റ്റ് തന്നെ ഇവിടുന്ന് കൊച്ചി ടു ഹാനോയ് ബുക്ക് ചെയ്യാം, കൊച്ചി ടു ഹോച്ചിമിൻ സിറ്റി ഫസ്റ്റ് ബുക്ക് ചെയ്യാം. എന്നിട്ട് ഹോച്ചിമിൻ സിറ്റി എടുത്തതിന് ശേഷം ഡനാങ് ഉണ്ട്. അവിടെ ഈ ഡനാങ് ഒരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. ഈ ഹോച്ചിമിൻ സിറ്റി ഓൾമോസ്റ്റ് ഹോച്ചിമിൻ സിറ്റിൻ്റെയും ഹനോയുടെ ഇടയിലുള്ള സ്റ്റേഷൻ ഹനോ ഈ ഡനാങ്. അങ്ങോട്ട് ഒരു 3 ദിവസം ഹോച്ചിമിൻ സിറ്റിയിൽ കറങ്ങുന്ന ടൈം വെച്ചിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റിൽ എന്ത് ചെയ്യാം, ഒരു ഡനാങ്ങിലോട്ട് ടിക്കറ്റ് കൂടി ബുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം ഹോച്ചിമിൻ സിറ്റി ഈ ഡനാങ് ടു ഹനോയ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബസ്സിന് യാത്ര ചെയ്യാം. ബസ് എന്ന് പറഞ്ഞാൽ ശരിക്കും അവിടെ കിടന്ന് വൈകിട്ട് 6 മണിക്ക് കയറി കഴിഞ്ഞാൽ രാവിലെ 6 മണിക്ക് എടുത്തുന്ന നല്ല സ്ലീപ്പർ കോച്ച് ബസ്സുകൾ. ആ ബസ് ശരിക്കും നമ്മൾ ഇവിടുത്തെ പോലെയല്ല, എത്ര നീളമുള്ള ആൾക്കും സുഖമായിട്ട് കാലും തലയും രണ്ടറ്റവും തട്ടാതെ സുഖമായിട്ട് നിവർന്ന് കിടന്ന് ഉറങ്ങിപ്പോകാനുള്ള തരത്തിലുള്ള ബസ്സുകളാണ് അവിടെ ഡനാങ് ടു ഹനോയ് ബസ്സിന് പോകുന്നത്. അതായിരിക്കും ഇവിടെ ഇന്ത്യൻ റുപ്പീസ് ഒരു 1600 രൂപ മാത്രമേ ഒരാൾക്ക് ഡനാങ് ടു ഹാനോയ് വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പിന്നെ യാത്ര പുറപ്പെടുന്നതിൻ്റെ കുറച്ച് മുമ്പ് എന്ത് ചെയ്യുക, booking.com ഹോച്ചിമിൻ സിറ്റി ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ അവിടുത്തെ ബസ് സ്റ്റേഷൻ ഹോച്ചിമിൻ സിറ്റി ബസ് സ്റ്റേഷൻ്റെ അടുത്തുള്ള പ്ലോട്ട് നോക്കിയിട്ട് റൂം ബുക്ക് ചെയ്യാം. അത് booking.com നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോ കാണും. വളരെ കുറച്ച്, അത് ഒരു 4 പേർക്ക് ദിവസത്തേക്ക് 1500 ഇന്ത്യൻ റുപ്പീസ് വരുന്ന തരത്തിലുള്ള റൂംസിൽ നമ്മൾ താമസിച്ചത്. നല്ല AC ഉള്ള നല്ല റൂംസ്. പിന്നെ
നമ്മൾ അവിടെ ടൂറിസ്റ്റുകളാണല്ലോ, അവിടെ ഡേ ടൈം ഫുള്ളായിട്ട് നമ്മൾ രാവിലെ നമുക്ക് ഇങ്ങ് ഇറങ്ങി രാത്രി വരെ സ്ഥലങ്ങൾ കണ്ട് രാത്രി കിടന്ന് ഉറങ്ങാൻ വേണ്ടി മാത്രമേ നമ്മൾ റൂം ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ 4 പേർക്ക് 1500 രൂപ വിലയുള്ള റൂം ഞങ്ങൾ എടുത്തത്. അങ്ങനെ ഹോച്ചിമിൻ സിറ്റിയിൽ അവിടെ ചെന്ന് അവിടെ രാവിലെ എത്തി. അപ്പം ഉച്ച വരെ അവിടെ കിടന്ന് ഉറങ്ങി. ഉച്ചയ്ക്ക് ശേഷം അവിടെ എല്ലാം നടക്കാവുന്ന ഡിസ്റ്റൻസിൽ മാത്രമാണ് അവിടുത്തെ ഈ വാർ റെമനൻ്റ് മ്യൂസിയം പിന്നെ കുറേ സ്ഥലങ്ങളൊക്കെ ഉള്ളത്. അതിന് നടക്കാവുന്ന ഡിസ്റ്റൻസിലാണ്. അപ്പോൾ സെക്കൻഡ് ഡേ ഞങ്ങൾ അവിടുത്തെ ഒരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനായ കൂച്ചി ടണൽ, അവിടെ പോകാൻ നിങ്ങൾക്ക് അവിടുന്ന് ക്യാഷൊന്നും അധികം ചിലവഴിക്കേണ്ട ആവശ്യമില്ല. ബസ്സിന് നിങ്ങൾ ബസ് സ്റ്റേഷൻ്റെ അടുത്താണ് റൂം എത്തിക്കുക. നടക്കാൻ ദൂരത്തിൽ ബസ് സ്റ്റേഷനിൽ ചെന്നാൽ അവിടെ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഏത് ബസ് നമ്പർ അങ്ങോട്ട് പോകുന്നത് കാണിക്കും. ആ ബസ് കയറി അവിടെ ചെന്ന് കഴിഞ്ഞാൽ നടക്കാൻ, അത് ഡെസ്റ്റിനേഷൻ എത്തി കഴിഞ്ഞാൽ അവിടെ നടക്കാനൊന്നുമില്ല. കുറഞ്ഞൊരു ഡിസ്റ്റൻസ് മാത്രം നടന്നാൽ അവിടെ എല്ലാ സ്ഥലങ്ങളും ടണലിലൊക്കെ ഇറങ്ങി ഫുള്ളായിട്ട് പിന്നെ അവിടുന്ന് ടിക്കറ്റ് അവിടുന്ന് വാങ്ങിച്ചാൽ മതി. എത്തിയിട്ട് അത് കണ്ടിട്ട് തിരിച്ചു പോരാം. തിരിച്ചു പോകുന്നത് അന്ന് തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, വൈകിട്ട് പിന്നെ വീണ്ടും ഈ അടുത്തുള്ള ലേക്കുകൾ, കുറേ സ്ഥലങ്ങൾ, അവിടെ ഹോച്ചിമിനുള്ള സ്ഥലങ്ങളും കണ്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഞങ്ങൾ എന്ത് ചെയ്തു, ഉച്ച സമയത്തുള്ള ഫ്ലൈറ്റ് കയറിയിട്ട് ഞങ്ങൾ ഡെനാങ്ങിലോട്ട് പോയി. ഡെനാങ് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ രാത്രി ചെയ്യുമ്പോഴാണ് ഞങ്ങൾ പിന്നെ വൈകുന്നേരം ഡെനാങ്ങിൽ എത്തുന്നത്. അവിടെയും നേരത്തെ ബുക്കിംഗ്.com റൂം ബുക്ക് ചെയ്തു. അവിടെ ഞങ്ങൾക്കൊരു 4 പേർക്ക് താമസിക്കാൻ ഒരു 1500 രൂപ എൻ്റെ റൂം. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ ഡെനാങ് മറ്റേ സൺ വേൾഡ്, ഈ ഗോൾഡൻ ബ്രിഡ്ജുള്ള സ്ഥലത്തേക്കുള്ള യാത്ര, അതും ഞങ്ങൾ അവിടുന്ന് പിന്നെ ബസ് കയറിയിട്ടാണ്, അത് അവിടുത്തെ ഗവൺമെൻറ് ബസ് കയറിയിട്ടാണ് എന്ത് ചെയ്ത് ഞങ്ങൾ പിന്നെ ഈ ഡെനാങ്ങിൽ ഈ ഗോൾഡൻ ബ്രിഡ്ജ് കാണാൻ വേണ്ടി പോകുന്നത്. അവിടെ പോകുന്ന വഴി തന്നെ നമുക്ക് അങ്ങാടി തന്നെ അതിൻ്റെ ഒരു ഈ ടിക്കറ്റ് സെല് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവിടുന്ന് വാങ്ങിച്ചു. പക്ഷേ പെർ ഹെഡ് ഒരാൾക്ക് 4000 രൂപയാണ് അതിൻ്റെ ഇന്ത്യൻ റുപ്പീസാണ് ഒരാൾക്ക് അതിൻ്റെ ചാർജ് വന്നത്. അവിടുത്തെ എൻട്രി, അവിടുത്തെ അതിലും കേബിൾ കാറിൽ പോകുന്ന സമയത്ത് 2 സ്റ്റേജായിട്ട് കയറി പോകാം. പിന്നെ മൂന്നാമത്തെ കേബിൾ കാറിൽ കയറിപ്പോണം ഗോൾഡൻ ബ്രിഡ്ജ് എത്തുക. പിന്നെ അവിടുത്തെ ഇൻക്ലൂഡിങ് ബഫറ്റ് ലഞ്ച് എന്ന് പറഞ്ഞാൽ 50ൽ കൂടുതൽ ഐറ്റംസ് ഇൻക്ലൂഡിങ്ങുള്ള ബഫറ്റ് ലഞ്ചാണ്. അതിനെ ശരിക്കും എൻജോയ് ചെയ്യാം. പിന്നെ അവിടെ കുറേ പ്രകൃതി ഭംഗി ആസ്വദിക്കാണ്ട് പല ഈ പഴയ കുറേ കാര്യങ്ങൾ, ബിൽഡിങ്ങുകളെല്ലാം കാണാനുള്ള സ്ഥലമാണ്. ഡെനാങ് അവിടുത്തെ ഒരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. ഈ വിയറ്റ്നാമിനെ പറ്റി ഉള്ള ഫോട്ടോസിലൊക്കെ ഈ ഗോൾഡൻ ബ്രിഡ്ജ് കാണാൻ നമുക്ക് അതിൻ്റെ ടൂറിസ്റ്റ് അട്രാക്ഷൻസിലൊരു മെയിൻ ആയിട്ട്. അങ്ങനെ അവിടെ തിരിച്ചും ഞങ്ങൾ എന്ത് ചെയ്തു, കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് കേബിൾ കാർ തന്നെയാണ് നമ്മളെ ഈ താഴെ എത്തിക്കുന്നത്. കേബിൾ കാർ എത്തിയ ശേഷം വീണ്ടും ഞങ്ങൾ ബസ്സിൽ കയറി തിരിച്ച് ഈ ഡെനാങ് സിറ്റിയിലെത്തി. അവിടുന്ന് ഞങ്ങൾ ഈ നല്ല ലക്ഷറി ബസ് ഞാൻ കിടന്ന് ഇറങ്ങി. ആ ബസ്സിന് ഒരാൾക്ക് 1600 രൂപ നേരത്തെ പറഞ്ഞില്ല. 1600 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഹനോയ്ക്ക് 6 മണിക്ക് കയറി കഴിഞ്ഞാൽ വ്യത്യാസം രാവിലെ 6 മണിക്ക് ഹനോയ് എത്താം. പിന്നെ ഈ വിയറ്റ്നാമിലുള്ള ഒരു പ്രത്യേകത വെച്ചാൽ നമുക്ക് ഈ ഗ്രാബ് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഊബർ പോലത്തെ ഒരു സംവിധാനമുണ്ട്. അത് പിന്നെ വണ്ടി നമുക്ക് ഈ അതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ ഈ ഓർഡർ ചെയ്താൽ അപ്പം തന്നെ വിത്തിൻ 2 മിനിറ്റ്സിൻ്റെ വണ്ടി നമ്മൾ എടുത്തു വരും. കുറേ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പൈസയും വളരെ കുറവാണ്. ഈവൻ 3 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ നമുക്ക് 100 ഇന്ത്യൻ റുപ്പീസ് 100 രൂപ മാത്രമേ അതിന് ചിലവ് വരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഡെനാങ്ങിന്ന് ഈ ബസ്സിൽ കയറി ഉറങ്ങി. ഈ പോകുന്ന വഴിയിൽ നിംബിൻ എന്ന് പറഞ്ഞ സ്ഥലത്തൂടെയാണ് ഈ ബസ് പോകുന്നത്. നിംബിൻ അവിടുത്തെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. പക്ഷെ അത് വളരെ നേരത്തെ ഒരു ഹനോയ് 2 മണിക്കൂർ മുമ്പേ നിംബിൻ എത്തുമ്പോൾ ബസ്. ഇപ്പം നിംബിൻ കാണേണ്ട ആൾക്കാർ നിംബിൻ ഇറങ്ങി അന്ന് അവിടെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം പിന്നെ ഹനോയ്ക്ക് പോയാലും മതി. ഞങ്ങൾ നിംബിൻ കവർ ചെയ്തിട്ടില്ല. നേരെ ഹനോയ് ചെന്നു. അവിടെ ബസ് സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം വീണ്ടും പോകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ അവിടെ ഹനോയിൽ ബുക്കിംഗ്.com റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഓൾഡ് ക്വാർട്ടർ എന്നുണ്ട് ഏരിയ. ഓൾഡ് ക്വാർട്ടർ അവിടെയാണ് ടൂറിസ്റ്റുകളും ഈ വരുന്നതും പിന്നെ നടന്ന് കാണാവുന്ന ഡിസ്റ്റൻസ് എല്ലാ സ്ഥലങ്ങളും ഉള്ളത്. ഓൾഡ് ക്വാർട്ടറിൽ റൂം എടുത്തു.
അവിടെയും നമുക്ക് റൂം ഞങ്ങൾക്ക് 4 പേർക്ക് താമസിക്കാൻ 1750 രൂപ, 4 പേർക്ക് താമസിക്കാൻ നല്ല റൂം, എല്ലാ ഫെസിലിറ്റിയും ഉള്ള റൂം. അപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റേഷനിൽ ഇറങ്ങിയ ഉടനെ തന്നെ അവിടെ നിന്ന് ഈ ഗ്രാബ് വിളിച്ചു. അതിനകത്ത് 150 രൂപ, 300 രൂപ, ഇന്ത്യൻ റുപ്പീസ് 300 രൂപ ഈ സ്റ്റേഷനിലേക്ക് കുറച്ച് ദൂരമുണ്ട്. അപ്പം പിന്നെ അത് വിളിച്ചു, അവിടെ ചെന്നു. അവിടെ അന്ന് കയറി ഉച്ചവരെ ഞങ്ങൾ അവിടെ കിടന്ന് ഉറങ്ങി. ഉച്ച ശേഷം അവിടുത്തെ എല്ലാം വാക്കബിൾ ഡിസ്റ്റൻസിലാണ് മിക്ക സ്ഥലങ്ങളുള്ളത്. നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഹാലോങ് ബേയിലേക്ക് പോയി. ഹാലോങ് ബേയും ശരിക്കും നമുക്ക് ആ താമസിക്കുന്ന സ്ഥലത്ത് തന്നെയാണ്, നല്ലതാണ്. അവരാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. അതും ഒരു പെർ ഹെഡ് ഒരു 4000 രൂപ എക്സ്പെൻസീവ് വരുന്നുണ്ട് ഹാലോങ് ബേയിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നമ്മൾ ഇൻക്ലൂഡിങ് നല്ല 5 സ്റ്റാർ ബോട്ട് എന്നുള്ള 5 സ്റ്റാർ ബഫറ്റ് ലഞ്ചോട് കൂടിയിട്ടുള്ള ഒരു പാക്കേജാണത്. അതും ശരിക്കും നന്നായിട്ട് വർക്ക്ഫുള്ളാണ്. അത് ഹാലോങ് ബേ യുനെസ്കോൻ്റെ ലിസ്റ്റിലെല്ലാം ഉള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. അപ്പോൾ അത് രാവിലെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ രാത്രി ഒരു ദിവസം ഇതിനെ പിക്കപ്പ് ചെയ്ത് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി കാണിച്ചു, എൻജോയ് ചെയ്യാം. കയാക്കിംഗ് ഉണ്ട്, ബോട്ട് ജേണി ഉണ്ട്, പിന്നെ എൻ്റെ നാച്ചുറൽ ബ്യൂട്ടി, കേവ്സ് ഇതെല്ലാം കണ്ട് രാത്രി തിരിച്ചു പോയി. പിറ്റേ ദിവസം പിന്നെ ഞങ്ങൾ അവിടുത്തെ ഡിഫറെൻറ്റ് ഫുഡ് എക്സ്പ്ലോറേഷൻ ഞങ്ങളുടെ പരിപാടി. പല അവിടെ നെറ്റിൽ കുറേ ഐറ്റംസ് ഫുഡ്, എഗ്ഗ് കോഫി, കുറേ കുറേ അങ്ങനത്തെ കുറേ പോലെ മെയിൻ ഫുഡ്, ഇത് പലതരം ഫുഡുകളും, പിന്നെ കിങ് റൊട്ടി ഇങ്ങനെയുള്ള സാധനമൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ദിവസം ലേശം ഞാൻ ഫുൾ തിന്ന് വേറെ നിറക്കിയല്ല, എല്ലാതും ലേശം ഞാൻ ടേസ്റ്റ് നോക്കിക്കൊണ്ട് എല്ലാം ഞങ്ങൾ ഫുഡൊക്കെ എക്സ്പ്ലോറേഷൻ നടത്തി. നെക്സ്റ്റ് ഡേ അവിടെ ഷോപ്പിംഗ് വളരെ നല്ല, പിന്നെ ഈ ഡ്രൈഡ് ഫ്രൂട്ട്സ് അങ്ങനെ കുറേ സാധനങ്ങൾ കിട്ടുന്നില്ലേ ഷോപ്പിംഗ്, പിന്നെ ഉള്ള ലോക്കൽ സൈറ്റ് സീയിങ് എല്ലാം ചെയ്തു. ടൗൺ ഉള്ള പിന്നെ സൈറ്റ് സീയിങ് എല്ലാം ചെയ്തിട്ട് വൈകിട്ട് തുടങ്ങി. നെക്സ്റ്റ് ഡേ രാവിലെ ഞങ്ങൾ തിരിച്ചു പോരേണ്ട 4 ദിവസം ഞങ്ങൾ ഹനോയിൽ നിന്നു, 4 ഡേയ്സ്. ലാസ്റ്റ് ഡേ ഞങ്ങൾക്ക് ഹനോയി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ നിന്ന് തന്നെ, പിന്നെ ഞങ്ങൾ താമസിക്കുന്ന റൂമിൻ്റെ ആൾ തന്നെ നല്ല കാറ്, അതൊന്നും അധികം എക്സ്പെൻസീവ് അല്ല, ഒരു 750 രൂപ കൊടുത്ത് ഞങ്ങൾ എയർപോർട്ട് ഡ്രോപ്പ് ചെയ്തു. അതായത് പിന്നെ ഹനോയിൽ ഞങ്ങൾ ഈ ഓൾഡ് ക്വാർട്ടറും എയർപോർട്ടും തമ്മിൽ മോർ ദാൻ ഓൾമോസ്റ്റ് 25 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ എയർപോർട്ടിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ നേരത്തെ അവിടെ ഹനോയി നിങ്ങൾ ബസ് സ്റ്റേഷനിൽ കയറുന്ന സമയത്ത്, അവിടുന്ന് ഫ്ലൈറ്റ് കയറുന്ന സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ ഫ്ലൈറ്റ് ഹോച്ചിമിൻ സിറ്റി വഴിയാണ് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് അടുത്ത ഡൊമസ്റ്റിക് എയർലൈനിൽ ഹോച്ചിമിൻ സിറ്റി കയറി, പിന്നെ 2 മണിക്കൂർ ഫ്ലൈ ചെയ്തതിനു ശേഷം പിന്നെ അവിടെ 3 മണിക്കൂർ ലേ ഓവർ, പിന്നെ അവിടുത്തെ ഹോച്ചിമിൻ സിറ്റി ലോഞ്ചെല്ലാം ഞങ്ങൾ വളരെ ആസ്വദിച്ചുകൊണ്ട് എൻജോയ് ചെയ്തു. അതിനുശേഷം അവിടുത്തെ ഫ്ലൈറ്റ് കയറിയിട്ട് അവിടുന്ന് ഹോച്ചിമിൻ സിറ്റി ഫ്ലൈറ്റ് കയറി എറണാകുളത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. എന്തായാലും നല്ലൊരു വണ്ടർഫുൾ ആയിട്ടുള്ള, നല്ലൊരു വീണ്ടും പോകാൻ തോന്നുന്ന തരത്തിലുള്ള ഒരു ട്രിപ്പായിരുന്നു. നമുക്ക് ഇപ്പോൾ ഒരാൾക്ക് ഈ എല്ലാ ഫ്ലൈറ്റും എല്ലാം അടക്കം നമുക്ക് 53,000 രൂപ. ഇത് 8 നൈറ്റ് ആൻഡ് 9 ഡേയ്സ് നമുക്ക് 53,000 രൂപ. ഇപ്പോൾ ഞാൻ ശരിക്കും നേരത്തെയുള്ള ഈ ടൂർ പാക്കേജ് നോക്കിയ സമയത്ത് എല്ലാം 90,000 to 1.2 lakhs ആണ് അതിൻ്റെ ഒരു എക്സ്പെൻസ് അവർ കണ്ടിരുന്നത്. ഞങ്ങൾ 53,000 രൂപയ്ക്ക് ഞങ്ങൾ 4 പേര് ഭംഗിയായിട്ട് കഴിഞ്ഞ് പോകും. അവിടെ നല്ല ജനങ്ങൾ, ടൂറിസ്റ്റ് വളരെ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ. ഇനി വീണ്ടും പോകണം എന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ് ഞങ്ങൾ ഇപ്പോഴും. താങ്ക് യു.